CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. പയ്യന്നൂർ MLAക്കെതിരെ ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർത്തിയ വി കുഞ്ഞികൃഷ്ണനെതിരെയുള്ള നടപടിയടക്കം ചർച്ചയാകും. വിവരങ്ങൾ മിഥുൻ പിള്ളയാണ് നൽകുക. മിഥുൻ, എപ്പോഴാണ് ഈ യോഗം ആരംഭിക്കുന്നത്? കുഞ്ഞികൃഷ്ണനെതിരെ ഇന്ന് നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? മറ്റേതൊക്കെ വിഷയങ്ങൾ യോഗത്തിൽ അജണ്ടയിലുണ്ട്? ഗൗതം, അല്പസമയത്തിനകം തന്നെ യോഗം തുടങ്ങും. നേതാക്കന്മാരൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. MV ജയരാജനും EP ജയരാജനും അടക്കമുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ ആരോപണ വിധേയനായ TI മധുസൂദനൻ ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുമോ, അതിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, MLAക്കെതിരെ ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. ഇന്ന് ഈ യോഗത്തിന് തൊട്ട് മുൻപ് MV ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്തും ആ ഒരു സൂചന തന്നെയാണ് നൽകിയത്. അദ്ദേഹത്തെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നാണ് പറഞ്ഞത്. നേരത്തെ MV ജയരാജൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്താനൊരു ശ്രമമാണ് കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. അത് അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്നാണ്. ആ ഒരു കണക്കുകൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ പുറത്താക്കലടക്കമുള്ള നടപടികളിലേക്ക് CPM നേതൃത്വം കടക്കാൻ തന്നെയാണ് സാധ്യത. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ നേതാക്കന്മാരെയൊക്കെ അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കിക്കൊണ്ട് അവരെ വായ മൂടിക്കെട്ടാനുള്ള ശ്രമം CPM നേതൃത്വം നടത്തിയിട്ടുണ്ട്. ആ ശ്രമം ഇത്തവണയും ആവർത്തിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ഏതായാലും യോഗം 2:30 ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേതാക്കന്മാർ ഓരോരുത്തരായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൗതം. ഓക്കെ മിഥുൻ, എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള യോഗം ഇന്നിപ്പോൾ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് നടക്കാൻ പോകുന്നു. CPMന്റെ സംസ്ഥാന നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം ഉൾപ്പെടെ കണ്ണൂരിൽ കത്തിക്കേറുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഈ വളരെ സുപ്രധാനമായ യോഗം ആരംഭിക്കാൻ പോകുന്നത്. മിഥുൻ പിള്ളയാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.